സംസ്ഥാനത്ത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വ്യാപക തട്ടിപ്പ്. ഞാൻ ആക്ച്വലി ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. അത് ഈ സ്കാം നടന്നുകൊണ്ടല്ല, ഇതേപോലുള്ള സിമിലർ സ്കാമുകൾ പല വർഷങ്ങളായിട്ട്, അതായത് 7, 8, 9 വർഷങ്ങളായിട്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള, അത് ന്യൂസ് ആയിട്ടുള്ളതാണ്, ആൾക്കാരുടെ പൈസ പോയ കഥകൾ വന്നിട്ടുള്ളതാണ്, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വീഡിയോകൾ വന്നിട്ടുള്ളതാണ്. എന്നിട്ടും ആൾക്കാർ വീണ്ടും ഇതേപോലുള്ള സ്കാമിൽ പോയി ചാടുന്നു എന്നറിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയത്. ഇതേപോലുള്ള സ്കാമുകളെ ഇവർ ട്രേഡിംഗ് എന്നും ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിക്സഡ് റിട്ടേൺസ് തരാമെന്നൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത്. അതായത് അൺറിയലിസ്റ്റിക് റിട്ടേൺസ് ആയ 2% പെർ ഡേ അല്ലെങ്കിൽ ഒരു 10% പെർ മന്ത് തരാം എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവർ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2% പെർ ഡേ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഇന്നിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ആ 10,000 13 കോടി രൂപയാവും. 5-6 വർഷം കൊണ്ട് അത് ലക്ഷം കോടി രൂപകളാവും. അതൊന്നും ഒരിക്കലും ഒരു റിയലിസ്റ്റിക് റിട്ടേൺസ് ഒന്നുമല്ല. അത് ആർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റത്തില്ല. പിന്നെ ഈ 10% മന്ത്ലി അല്ലെങ്കിൽ 15% മന്ത്ലി എന്ന് ഫിക്സഡ് ആയിട്ട് നമ്മൾ ഈ ട്രേഡിങ്ങിലാണേലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റിങ്ങിലാണേലും നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഫിക്സഡ് ആയിട്ട് റിട്ടേൺസ് പറയുന്ന വളരെ കുറച്ച് ഇൻസ്ട്രുമെൻസേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ FD അല്ലെങ്കിൽ ബോണ്ടുകൾ, അതൊക്കെ ആണേലും 7% ഇയർലി അല്ലെങ്കിൽ 10% ഇയർലി ഒക്കെയാണ് അത് പറയുന്നത്. ആ സ്ഥലത്ത് ഇവർ 2% ഡെയിലിയോ 10% മന്ത്ലിയോ ഒക്കെ തരാമെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ആലോചിക്കണം, അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ പൈസ ഇവരെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു? ഇതൊന്നും ഒരിക്കലും പോസിബിൾ അല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവർ ഓരോ തവണ സ്കാം പറയുമ്പോഴും ഓരോ പേരിലായിരിക്കും. ചിലപ്പോൾ ഇവർ ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിങ് പറയും, ചിലപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പറയും, ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറാണ് നിങ്ങൾക്ക് തരുന്നത്, അതിൻ്റെ ലാഭമാണ് ഈ 2% എന്ന് പറയും. അങ്ങനെ പുതിയ പുതിയ പേരുകളിലും രീതിയിലൊക്കെ ആയിരിക്കും ഇവർ ഓരോ പ്രാവശ്യവും ഈ സ്കാം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈങ് സിസ്റ്റം എല്ലാത്തിൻ്റെയും സെയിം തന്നെ. ഇവർ സ്കാം ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളറിയോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ ചെറിയൊരു എമൗണ്ടിലായിരിക്കും ആദ്യം തുടങ്ങുന്നത്, അല്ലേ? അതേപോലെ നമ്മളെ കൊണ്ടൊരു ചെറിയൊരു എമൗണ്ട് ഇവർ ഇടിപ്പിക്കും. എന്നിട്ട് നമുക്ക് ഈ ഡെയിലി 2% അവർ തരും. അതായത് ചെറിയ എമൗണ്ടിൻ്റെ 2% വെച്ചിട്ട് ഡെയിലി തരും. അങ്ങനെ ഒരു ചെറിയ എമൗണ്ടിൽ നിന്ന് പൈസ വന്നു തുടങ്ങുന്നത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെറിയ എമൗണ്ടിൽ നിന്ന് വലിയ ലാഭങ്ങൾ കിട്ടാനായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുക്കൽ നിന്നും റിലേറ്റീവ്സിൻ്റെ അടുക്കൽ നിന്നും ഒക്കെ പൈസ കടം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇവരുടെ റിയൽ സ്കാം തുടങ്ങുന്നത്. പിന്നെ അവരുടെ പൊടി പോലും കാണത്തില്ല. അവർ മേ ബി കമ്പനിയോടെ തന്നെ അവർ ക്ലോസ് ഡൗൺ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ആൾക്കാർ പല രാജ്യങ്ങളിലോട്ട് കടന്നു കളയുക വരെ ചെയ്യും. പിന്നെ അവരെ പിടിക്കാനും അവരുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങാനൊക്കെ ഒരു നിയർലി ഇമ്പോസിബിൾ കാര്യം തന്നെയാണ്. നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത്, ഇതേപോലുള്ള അസറ്റുകളിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു ഫിക്സഡ് റിട്ടേൺസ് തരാം, ഒരു അൺറിയലിസ്റ്റിക് റിട്ടേൺസ് തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കൊടുക്കരുത്. നിങ്ങൾ തന്നെ ചിന്തിക്കണം, ഇത്രയും റിട്ടേൺസ് ഒക്കെ ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആണോ? സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്താലോ ട്രേഡ് ചെയ്താലോ ഒക്കെ ഇത്രയും എമൗണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കണം, ഏതൊരു കാര്യം വന്നാലും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ മെയിൻ മോട്ടീവ് ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക, ഇത് അവെയർ ആക്കുക, ഇതേപോലുള്ള സ്കാമുകളിൽ ഇനിയും പോയി ചാടാതിരിക്കുക. നമ്മൾ ചിലപ്പോൾ ഹയർ റിട്ടേൺസും പൈസക്കാരനാവാം എന്നുള്ളൊരു മോഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതെല്ലാം നമ്മളെ വീണ്ടും സീറോയിലും കടക്കണിയിലും ബന്ധങ്ങൾ തകരുന്ന രീതിയിൽ വരെ എത്തിക്കും. നമ്മളെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പറയുമ്പോഴും ട്രേഡിങ്ങും സ്റ്റോക്ക് മാർക്കറ്റും ഒന്നും സ്കാമല്ല. ഈ സ്കാമുകളൊക്കെ അതിൻ്റെ മറവിൽ നടക്കുന്ന വേറൊരു എന്തൊക്കെയോ ഒരു സിസ്റ്റമാണ് ഈ സംഭവം. സോ അതിലൊന്നും പോയി ചാടാതിരിക്കുക, എല്ലാവരെയും അവെയർ ആക്കുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും അവെയർ ആക്കുക. സോ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.